ഹലോ, ഈ ഡസ്കി സ്കിൻ ടോണുള്ള ആൾക്കാരെ ലൈഫിൽ ഒരു തവണയെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഫേസ് ചെയ്തിരിക്കും. എനിക്ക് ഉറപ്പാണ്. നമ്മളൊക്കെ ജന്മനാ കുറച്ച് ഡസ്കി സ്കിൻ ടോൺ അല്ലെങ്കിൽ കുറച്ച് നിറം മങ്ങിയിട്ടാണെന്ന് ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് അറിയാം. എങ്കിലും അവർക്ക് ആ ഒരു ചോദ്യം ചോദിക്കാണ്ട് പറ്റത്തില്ല. ഈവൻ നമ്മുടെ എല്ലാവരുടെ ഫാമിലിയിലും കാണും ഇങ്ങനെ കളർ കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു നിറം കൂടിയതിനോട് ഇഷ്ടമുള്ള കുറച്ച് കാറ്റഗറി ഓഫ് ആൾക്കാർ. എനിക്ക് അവരുടെ ആ ഒരു ലോജിക്ക് തന്നെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാൻ ശരിക്കും വിചാരിച്ചു ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വംശനാശം സംഭവിച്ചു എന്ന്. ബട്ട് അല്ല ഗൈസ്, എന്റെ കല്യാണം 2023 കഴിഞ്ഞു. കുറച്ച് നാളില് ഞാൻ ഒരു റാൻഡം ഒരാളെ കണ്ടു. അപ്പൊ പുള്ളിക്കാരി എന്നോട് ചോദിക്കുകയാണ്, അയ്യോ കല്യാണത്തിന് ഭയങ്കര വെളുത്തിട്ടായിരുന്നല്ലോ, ഇതെന്താ പറ്റിയ മോളിപ്പോ ഇങ്ങനെ. ഐ വാസ് ലൈക്ക്, കല്യാണത്തിന് പിന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന കോലത്തിൽ പോയിട്ട് കല്യാണം കഴിക്കുമോ? നമ്മുടെ ഒരു ബിഗ് ഡേ ആണ്. അത് ഒബ്വിയസ്ലി നമ്മളിപ്പോ മേക്കപ്പ് ഇടുക എന്ന് പറയുന്നത് അങ്ങനെ വെളുത്ത് പാറി കാണിക്കാനല്ലല്ലോ. നമുക്കുള്ള ആ ഒരു ബ്യൂട്ടി നമ്മൾ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലേ അതിന്റെ ഒരു ഉദ്ദേശം. കല്യാണത്തിനൊന്നും മാത്രമല്ല, നമ്മളിപ്പോ പുറത്ത് ജസ്റ്റ് ഇറങ്ങുകയാണെങ്കിലും ഇപ്പൊ ആരാണ് ജസ്റ്റ് ഒരു ലിപ് ബാം എങ്കിലും ഇടുക എന്നുള്ള സംഭവം. അപ്പൊ ലിപ് ബാം ഒക്കെ ഇടുക എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരു കോൺഫിഡൻസ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ അങ്ങ് പെട്ടെന്ന് നമ്മളല്ലാണ്ടാക്കുക എന്നുള്ള ഒരു ലോജിക്കും ഇതിന്റെ പുറകിലില്ല. സോ ഡസ്കി സ്കിൻ ടോണുള്ള ആരെങ്കിലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ലൈഫിൽ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ഭയങ്കര വെയില്.